ഒടുവിൽ ഉത്തര കൊറിയ അമേരിക്കയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. മറ്റൊരു പോർമുന കൂടി തുറക്കുവാനുള്ള തന്ത്രത്തിലാണ് ഉത്തര കൊറിയ. അമേരിക്കയുടെ സഖ്യരാഷ്ട്രമായ ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയെ കൊറിയൻ ദ്വീപിലെ യുദ്ധത്തിലേക്ക് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ നേരിട്ട് ക്ഷണിച്ചിരിക്കുന്നു. അഥവാ ദക്ഷിണ കൊറിയയെ ശത്രുരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയതായും സമാധാനപരമായ ഏകീകരണം എന്ന പതിറ്റാണ്ടുകളായുള്ള നയം ഉത്തര കൊറിയ ഔദ്യോഗികമായി ഉപേക്ഷിച്ചതുമായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതിനായി മോസ്റ്റ് ഹോസ്റ്റൽ കൺട്രീസ് എന്ന നാശം അഥവാ ഏറ്റവും ശത്രുതയുള്ള രാജ്യം എന്ന പ്രഖ്യാപനവും കിം ജോങ് ഉൻ നടത്തി. സാധാരണഗതിയിൽ നിരന്തരം ശല്യക്കാരനായ രാജ്യം എന്നതിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ഗുരുതര ആപത്തുകൾക്ക് വിധേയമാക്കുന്ന രാജ്യം എന്ന് ഇത്തരം രാജ്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇത്. ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയതോടെ ഇനി ദക്ഷിണ കൊറിയയുമായി സന്ധിയില്ല എന്നും ആക്രമണമാണ് മറുപടി എന്നുമുള്ള സന്ദേശവും ലോകത്തിന് ഉത്തര കൊറിയ നൽകുകയാണ്. ഉത്തര കൊറിയയുടെ ആണവായുധ പദവി അനിവാര്യമാണെന്നും ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും അവ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്നുമാണ് കിം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ പരമാധികാരത്തിന്മേൽ ചെറിയൊരു കടന്നുകയറ്റം ഉണ്ടായാൽ പോലും ദാക്ഷിണ്യമില്ലാത്ത തിരിച്ചടി നൽകുമെന്നും കിം മുന്നറിയിപ്പ് നൽകുന്നു. ഉത്തര കൊറിയ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് അമേരിക്ക നിയന്ത്രിച്ചിരുന്നതും ഇതുമൂലം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നതുമാണ്. തങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയിൽ നേരിട്ട് പതിക്കുന്ന മിസൈലുകൾ ഉപയോഗിക്കുമെന്നും അതിന്റെ ബട്ടൺ തൻ്റെ കയ്യിലാണെന്നും കിം നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ മണ്ണിൽ നേരിട്ട് യുദ്ധക്കെടുതികൾ വിതയ്ക്കാൻ ഉത്തര കൊറിയ തയ്യാറാവുന്നു എന്നാണ് നിരീക്ഷിക്കേണ്ടത്. ആണവശേഷി കൈവരിച്ചാൽ അമേരിക്ക ആക്രമിക്കുമെന്ന് നേരത്തെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നതുമാണ്. കൊറിയൻ ദ്വീപിൽ അമേരിക്കയ്ക്കൊരു താല്പര്യമുണ്ട്. കിം കുടുംബത്തിന്റെ കയ്യിൽ നിന്നും ഉത്തര കൊറിയയെ മോചിപ്പിക്കുകയും വിശാലമായ കൊറിയ എന്ന ആശയത്തിലേക്ക് കൊറിയൻ ദ്വീപിനെ എത്തിക്കുകയും ചെയ്യുക എന്നതാണ് അമേരിക്കയുടെ കാലങ്ങളായുള്ള രഹസ്യ അജണ്ട. ദശാബ്ദങ്ങളായി ഇരു കൊറിയകളും ഒരൊറ്റ രാജ്യമായി മാറുമെന്ന പ്രതീക്ഷ നിലനിന്നിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനത്തോടെ കിം ജോങ് ഉൻ ആ സാധ്യത പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയെ ഒരു വിദേശ ശത്രുവായി പ്രഖ്യാപിച്ചതോടെ സൈനിക നടപടികൾക്ക് ഉത്തര കൊറിയക്ക് ഇനി കൂടുതൽ നിയമസാധ്യത ലഭിക്കും. 1945 മുതൽ വിഭജിക്കപ്പെട്ടത് മുതൽ എന്നെങ്കിലും ഒരിക്കൽ സമാധാനപരമായി ഒന്നാകും അഥവാ റീയൂണിഫിക്കേഷൻ എന്നതായിരുന്നു ഇരു കൊറിയകളുടെയും ഔദ്യോഗിക നയം. എന്നാൽ ഈ പ്രഖ്യാപനത്തോടെ ഇനി മുതൽ ദക്ഷിണ കൊറിയ അവർക്കൊരു അയൽക്കാരല്ല, മറിച്ച് കീഴ്പ്പെടുത്തേണ്ട അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട ഒരു വിദേശ ശക്തി മാത്രമാണ്. 1970 മുതൽ ഇരു രാജ്യങ്ങളും പിന്തുടർന്നു പോന്ന സമാധാനപരമായ സഹവർത്തിത്വം എന്ന നയമാണ് ഇതുവഴി ഉത്തര കൊറിയ ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നത്. ദക്ഷിണ കൊറിയയെ ഒരു വിദേശ ശക്തിയായി കാണുന്നതിലൂടെ ഏത് നിമിഷവും ആക്രമിക്കുവാനുള്ള സൈനിക പശ്ചാത്തലം കിം ഇവിടെ ഒരുക്കി. ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾ വെറും പ്രതിരോധത്തിനല്ല, മറിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കാനാണെന്ന കർക്കശമായ നിലപാടും കിം ഇവിടെ ആവർത്തിച്ചു. ഇത് ദക്ഷിണ കൊറിയക്കും അവിടെ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ സൈന്യത്തിനും നേരിട്ടുള്ള ഒരു ഭീഷണിയാണ്. ഈ കടുത്ത നിലപാടിലേക്ക് കിം ജോങ് ഉന്നിനെ നയിച്ച ചില കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, ദക്ഷിണ കൊറിയയും അമേരിക്കയും ചേർന്ന് നടത്തുന്ന വലിയ സൈനികാഭ്യാസങ്ങളെ തങ്ങളെ ആക്രമിക്കുവാനുള്ള തയ്യാറെടുപ്പായാണ് ഉത്തര കൊറിയ നിരീക്ഷിക്കുന്നത്, കാണുന്നത്. രണ്ട്, ദക്ഷിണ കൊറിയ കൈവരിക്കുന്ന സൈനിക വളർച്ചയും അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ ദക്ഷിണ കൊറിയൻ തീരങ്ങളിൽ എത്തുന്നതും കിമ്മിനെ നിരന്തരമായി ചൊടിപ്പിക്കുകയാണ്. മൂന്ന്, ദക്ഷിണ കൊറിയൻ സിനിമകളും സംഗീതവും അഥവാ K-pop ഉത്തര കൊറിയൻ യുവാക്കളെ സ്വാധീനിക്കുന്നത് തടയാൻ ഈ ശത്രുരാജ്യം എന്ന പ്രഖ്യാപനവും ലേബലും അവരെ സഹായിക്കുമെന്നുള്ളതാണ്. ഇനി ദക്ഷിണ കൊറിയയുമായി യുദ്ധമാണെങ്കിൽ കിമ്മിന് ആത്മവിശ്വാസം നൽകുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന്, സമീപകാലത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കിം ജോങ് ഉൻ ഉണ്ടാക്കിയ പ്രതിരോധ കരാറുകളാണ്. റഷ്യയുടെ പിന്തുണ ഉള്ളതിനാൽ അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും കൂടുതൽ ശക്തമായി വെല്ലുവിളിക്കാൻ കിമ്മിന് സാധിക്കും. മറ്റൊരു കാര്യം, പെട്ടെന്നൊരു യുദ്ധമുണ്ടാകുമോ എന്നതാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതൊരു പൂർണ്ണമായ യുദ്ധത്തിലേക്കുള്ള നീക്കമല്ലെങ്കിലും അതിർത്തികളിൽ ചെറിയ തോതിലുള്ള ഏറ്റുമുട്ടലുകൾ വലിയ യുദ്ധസാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നതാണ്. ദക്ഷിണ കൊറിയയുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു പ്രകോപനം ഉണ്ടായാൽ പോലും വലിയ രീതിയിൽ പ്രതികരിക്കാൻ ഈ ശത്രു പ്രഖ്യാപനം ഉത്തര കൊറിയക്ക് പശ്ചാത്തലമൊരുക്കും എന്നതാണ്
ഇതിൻ്റെ ഒരു ഗൗരവം. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്ന അമേരിക്കക്ക് രണ്ടാമതൊരു യുദ്ധത്തിനു കൂടി കച്ചകെട്ടി ഇറങ്ങേണ്ടി വരുമെന്നതാണ്. ഇറാൻ യുദ്ധ ആരംഭത്തിൽ തന്നെ ഇത്തരമൊരു സാധ്യത സുപ്രഭാതം നൽകിയിരുന്നതാണ്. അത് ശരിവെക്കുന്നതാണ് കിമ്മിന്റെ പുതിയ പ്രഖ്യാപനം. ജപ്പാനെയും ദക്ഷിണ കൊറിയയെയും നേരിട്ട് ബാധിക്കുന്നതാണ് കിമ്മിന്റെ ഈ പ്രഖ്യാപനം എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള ശക്തികളുടെ കറുത്ത കരങ്ങൾ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിട്ടും റഷ്യക്ക് ഇറാനെ പ്രത്യക്ഷത്തിൽ സഹായിക്കാൻ കഴിയാതിരുന്നത് ഉക്രൈനിൽ റഷ്യ കുടുങ്ങിക്കിടക്കുകയാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ അമേരിക്ക എപ്പോഴും യുദ്ധം ചെയ്യുക മാത്രമാണ്, എവിടെയും കെട്ടി നിർത്തപ്പെടുന്നില്ല. അമേരിക്കൻ മണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നുമില്ല. എന്നാൽ ഇറാൻ ആ ശൈലി മാറ്റി. അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇതോടുകൂടി അമേരിക്കയുടെ താളവും പിഴച്ചു. ഇനി കൊറിയ അമേരിക്കയെ ക്ഷണിക്കുകയാണ്. അത് അമേരിക്കയെ ക്ഷീണിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടതില്ല. അതാണ് അമേരിക്കൻ വിരുദ്ധ ചേരി സ്വപ്നം കാണുന്ന സന്ദർഭം. അതുവഴി ലോകരാഷ്ട്രീയ ക്രമത്തിൽ മറ്റൊരു മാറ്റങ്ങൾക്ക് കൂടി ഇവർ തുടക്കമിടും. Waytonikah.com, the exclusive Muslim matrimonial site.